മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ചക്കപ്പഴം കൊണ്ടൊരു വട്ടയപ്പം ഉണ്ടാക്കാം. കണ്ടോ, ചക്കപ്പഴം ആദ്യം അരച്ചെടുക്കുക. അതും കുറച്ച് അരിയോ മൈദയോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. റവയോ തേങ്ങായും എല്ലാം കൂടെ അരച്ച്, ജീരകം പഞ്ചസാര എല്ലാം കൂടെ അരച്ച് നമുക്ക് നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കാം. കണ്ടോ, വട്ടയപ്പം ഉണ്ടാക്കിയാണ്ട് ചക്കപ്പഴം കൊണ്ട് മാത്രം കേട്ടോ. നല്ല സൂപ്പർ വട്ടയപ്പം ഉണ്ടാക്കി. വേണ്ട, മാവ് അരച്ച് ചക്കപ്പഴം കൂടെ അരച്ച് അതിങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര, ഇതിന് മധുരം ഉണ്ട് ചക്കപ്പഴത്തിന്, പിന്നെ മധുരം ചേർക്കേണ്ട ആവശ്യമായിരുന്നു. വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഷുഗറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര നല്ലപോലെ ചേർക്കാം, അല്ലെങ്കിൽ മധുരം അധികം ചേർക്കണ്ട. പഞ്ചസാരയാണ് ചേർത്ത്, അതാണെങ്കിൽ വെളുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ, ചക്കപ്പഴം കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത്. ഇപ്പോൾ ചക്കപ്പഴം എവിടുന്നാ ചോദിക്കും. ഞാൻ ചക്കപ്പഴം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അന്ന് നമ്മൾ പറിച്ച ചക്ക പോലെ തന്നെ നല്ല ചക്ക ഒരു കേടുമില്ല. 2-3 മാസം ഇരുന്നിട്ടും ഒരു കേടുമില്ല. ഞാനത് അരച്ച് ഇപ്പം വട്ടയപ്പം ഉണ്ടാക്കിയാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വട്ടയപ്പം ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം. ഞാൻ കേക്കിനാണ് ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. ചക്കപ്പഴം കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത്. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചത്. അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇപ്പോൾ ചക്കപ്പഴം ഇല്ലാത്തതുകൊണ്ട് വിശ്വസിക്കില്ല. ഇത്രയും നാളിരുന്നിട്ടും ആ ചക്കപ്പഴത്തിന് ഒരു കേടുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ഫോളോ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ. ഇവിടെ സൂര്യപ്രകാശം കയറിയോണ്ടാണ് ഇങ്ങനെ, ജനലിങ്ങനത്തെ ആയതുകൊണ്ട് അതിൽ കൂടെ ഇങ്ങനെ കയറി വരും രാവിലത്തെ വെളിച്ചം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയിപ്പം ചക്കയൊക്കെ ഉണ്ടാകാൻ തുടങ്ങുമല്ലോ, അതുപോലെ സൂക്ഷിച്ച് വെച്ച്. ഇനി പച്ചച്ചക്ക ഇരിപ്പുണ്ട് എനിക്ക്, ഞാൻ ബ്രേസറിൽ വെച്ചതാണ്. എൻ്റെ ചാനൽ മറന്നുകൊണ്ടാ ശോശാമ്മ കിച്ചൺ.